പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പം നിൽക്കുന്നത് നമ്മളെ കുട്ടിക്കാനം റൂട്ടറിയത്തില്ലാത്ത ആരുമില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് കണ്ടോ, എന്തൊരു പ്രകൃതി രമണീയമായിട്ടുള്ള മഞ്ഞിറങ്ങുന്നു, അതുപോലെ മഞ്ഞ് വീഴുന്നു. ഏറ്റവും കൂടുതൽ ഡേഞ്ചറുള്ള ഏരിയ ഇത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഡേഞ്ചർ പറഞ്ഞാൽ വാഹനങ്ങൾ അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് എത്രയൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് കുട്ടിക്കാനം റോഡ്, KK റോഡിന് പ്രത്യേകിച്ച് പെരുവന്താനം മുതൽ കുട്ടിക്കാനം വരെയുള്ള റോഡ് അപകടനില തരണം ചെയ്യത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, റോഡ് വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് കണ്ടോ. അപ്പം നല്ല മഴ ചാറുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും നല്ല മഴ ചാറുന്നുണ്ട് കണ്ടോ. ഏത് സമയത്തും എത്രയോ വർഷങ്ങളായിട്ട് ഇതുപോലെ വീപ്പക്കുറ്റി എടുത്തു വെക്കുക, ഒരു സൈഡ് ഇടിഞ്ഞു പോകുമ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാഴ്ച കണ്ടോ. ഇപ്പം ചില സമയങ്ങളിലാണെങ്കിൽ നമുക്കറിയാം കാലാവസ്ഥ റെഡ് അലർട്ട്, അതുപോലെ യെല്ലോ അലർട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പം ഇതുവഴിയുള്ള വാഹന ഗതാഗതം 6 മണിക്ക് ശേഷം ഉണ്ടായിരിക്കില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിക്കും. അങ്ങനെയുള്ളത് ഒഴിച്ചാൽ എല്ലാം വരും കാലങ്ങളിലെങ്കിലും ഒരു വികസനം, പ്രത്യേകിച്ച് റോഡിൻ്റെ ഒരു നല്ല രീതിയിലുള്ള വികസനം നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ സാധിച്ചിട്ടില്ല. അതിനുള്ള സമ്മർദ്ദം ചെലുത്തുവാനും ഇടുക്കി ജില്ലയിലുള്ള ജനപ്രതിനിധികൾ പോലും തയ്യാറാകുന്നില്ലെന്നുള്ളതാണ്. നമുക്കറിയാം കോട്ടയത്ത്, അതായത് കോട്ടയം നാട്ടുമ്പുറങ്ങളിൽ നിന്നുള്ള ഏക ആശ്രയമാണ് അതായത് കുട്ടിക്കാനം KK റോഡെന്ന് പറയുന്ന കുട്ടിക്കാനം പെരുവന്താനം റോഡ്, മനസ്സിലായില്ലേ. അപ്പം ഇതിന് ഒരു വികസനം, എനിക്ക് തോന്നുന്നൊരു ഇവിടെ ഒരു ചെറിയൊരു വികസനം നടപ്പിലായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, റോഡിന് വീതി കൂട്ടിയിട്ടുണ്ട് കുറേ ഭാഗത്ത്. ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ വീതി കൂട്ടുന്നത് ഒഴിച്ചാൽ വേറെ ഇന്നും അപകട മേഖലയിൽ തന്നെയാണ് പല വളവുകളും നിലനിൽക്കുന്നത്, മനസ്സിലായില്ലേ. അതിനൊരു സമഗ്രമായ ഒരു മാറ്റം, പ്രത്യേകിച്ച് നമുക്ക് KSRTC ബസ്, അപ്പം ഒരു സമൂലമായ ഒരു മാറ്റം, അതായത് ഈ റോഡ് വികസനം, അതായത് താഴ്ഭാഗത്തു നിന്ന് കെട്ടി അതുപോലെ തന്നെ ബലവത്താക്കുക എന്നുള്ളത് നമുക്ക് ഒരു 2-3 വർഷം അതിനെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും. ഇത് വല്ലപ്പോഴും നടക്കുന്ന റിപ്പയറിങ്ങും മെയിൻ്റനൻസും ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും KK റോഡിന് ഒന്നും നടക്കുന്നില്ലെന്നാണ് സത്യാവസ്ഥ. നാടിൻ്റെ നമ്മൾ വികസനത്തിനനുസരിച്ച്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഡെവലപ്പിംഗ് അനുസരിച്ച് നമ്മുടെ വികസന രംഗം, പ്രത്യേകിച്ച് റോഡിൻ്റെ രംഗം മാറിയേ പറ്റുള്ളൂ. നാട്ടിൻപുറങ്ങളിൽ നമുക്കറിയാം നിരവധി ഹൈവേകളുണ്ട്. മൂവാറ്റുപുഴ പൂനെല്ലൂർ ഹൈവേ, അതുപോലുള്ള ഹൈവേകളൊക്കെ നല്ല രീതിയിൽ ഉയർച്ചയുടെ പാതയിലാണ്. യഥേഷ്ടം വാഹനങ്ങൾ മിന്നൽ വേഗതയിലാണ് പോകുന്നത്. കാരണം അതുപോലെ റോഡിൻ്റെ വികസനമുണ്ട്. പക്ഷേ ഇടുക്കി ജില്ലയിൽ ഇതുപോലെ KK റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾക്ക് യാതൊരുവിധ മാറ്റവും അന്നും ഇന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെയധികം പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഇടുക്കി ജില്ലയിലുണ്ട്. അതാണ് ഇന്ന് ഞാൻ കുട്ടിക്കാനത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. സൈന റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. ഓക്കെ, നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.